സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന് മുകളിലേക്ക് ആർച്ച് ബ്രിഡ്ജിന്റെ സുരക്ഷാ ഭിത്തി ഇടിഞ്ഞു വീണു. യാത്രക്കാരും ട്രെയിനും അപകടത്തിൽപ്പെടാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച പുലർച്ചെ 3:30 തുവൂരിലാണ് സംഭവം. നിലമ്പൂരിൽ നിന്നുള്ള എറണാകുളം മെമു കടന്നുപോകുമ്പോഴാണ് തുവൂർ കമാനത്തിന്റെ സുരക്ഷാ ഭിത്തി തകർന്നത്. എഞ്ചിനും 3 ബോഗിയും കടന്നുപോയതിനു ശേഷമാണ് ട്രാക്കിൽ നിന്ന് 20 അടിയോളം ഉയരത്തിൽ നിർമ്മിച്ച കരിങ്കൽ നിർമ്മിത സുരക്ഷാ ഭിത്തിയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. ഇന്ന് രാവിലെ 3:30 മണിക്ക് മെമു എറണാകുളം പോകുന്ന മെമു ട്രെയിനുണ്ട്. നിലമ്പൂരിൽ നിർത്തിട്ട് ഷൊർണൂർ വഴി എറണാകുളം പോകുന്ന ആ ട്രെയിന് ഒരു 4 ബോഗി കടന്നു പോയിട്ടുണ്ടാവും. അതിനുശേഷമാണ് ഇവിടെ കല്ലും മണ്ണും ഒന്നായിട്ട് ഇടിഞ്ഞു വീഴായിരുന്നു. ഏതായാലും ആളുകൾക്ക് അപായമില്ലാത്തത് വലിയൊരു ഭാഗ്യമാണ്. ട്രെയിനിന് നല്ല വർക്ക് വന്നിട്ടുണ്ട്. ട്രെയിൻ നേരെ തിരിച്ച് വാണിയമ്പലത്തേക്ക് ഏകദേശം 3.5 മണിക്കൂറോളം ട്രെയിൻ ഇവിടെ ഗതാഗത കുടുക്ക് സ്തംഭിച്ച് അവസാനം ആളുകളൊക്കെ വന്ന് അത് ഫയർഫോഴ്സ്, അതുപോലെ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിലെ മെയിൻ ഉദ്യോഗസ്ഥന്മാർ, പ്രഗത്ഭരായ നമ്മുടെ കരുവാരകുണ്ട് പോലീസ് അടക്കം എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇപ്പോൾ സ്പോട്ടിലുണ്ട്. റെയിൽവേൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, റെയിൽവേൻ്റെ വർക്കർമാരുണ്ട്. എല്ലാവരും വന്നിട്ട് ഇത് ഇപ്പോൾ പെട്ടെന്ന് ട്രെയിന് വാണിയമ്പലത്തേക്ക് തൽക്കാലം നീക്കി ഇപ്പം JCB ഉപയോഗപ്പെടുത്തിയിട്ട് ആ മണ്ണും കല്ലും നീക്കം ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വണ്ടിക്ക് കാര്യമായ കേടുകൾ പറ്റിയെങ്കിലും യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടില്ല. അടിയന്തരമായി ട്രെയിൻ നിർത്തി. സംഭവത്തോടെ മെമുവിന് പുറമെ 5:50 രാജറാണിയും 6 മണിക്കുള്ള നിലമ്പൂർ ഷൊർണൂർ ട്രെയിനും 7:20 ഷൊർണൂർ നിലമ്പൂർ ട്രെയിനും യാത്ര തടസ്സപ്പെട്ടു. സംഭവം നടന്നയുടനെ ഫയർഫോഴ്സ്, ട്രോമ കെയർ എന്നിവരും നാട്ടുകാരും സംഭവ സ്ഥലത്ത് ഓടിയെത്തി. ട്രാക്കിൽ വീണ കരിങ്കല്ലുകൾ ഫയർഫോഴ്സും നാട്ടുകാരും എടുത്തുമാറ്റി. ട്രെയിനിന് കേടുപറ്റിയതിനാൽ യാത്ര റദ്ദാക്കി 5 കിലോമീറ്റർ ദൂരമുള്ള വാണിയമ്പലം സ്റ്റേഷനിലേക്ക് പുഷ് ബാക്ക് ചെയ്തു. നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി 3 മാസം മുമ്പാണ് ബ്രിഡ്ജിന്റെ ഒരു ഭാഗത്ത് സുരക്ഷാ ഭിത്തി നിർമ്മിച്ചത്. ഇതാണ് ഇടിഞ്ഞു വീണത്. മഴയ്ക്കിടെ പുതുതായി നിർമ്മിച്ച ഭിത്തിയുടെ അടിഭാഗത്തെ മണ്ണ് ഒലിച്ചുപോയതാണ് കെട്ട് തകരാൻ കാരണമെന്ന് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ രാജേഷ് പറഞ്ഞു. അതേസമയം 1928 നിർമ്മിച്ച ആർച്ച് ബ്രിഡ്ജ് പൊളിച്ചുമാറ്റി പുതിയ ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാതയുടെ ഇരുപുറത്തും വലിയ ഉയരത്തിൽ മൺതിട്ട ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇനിയും ഇടിയാൻ സാധ്യതയുള്ളതായി നാട്ടുകാർ പറഞ്ഞു. ഇന്ന് രാവിലെ 3:30 നിലമ്പൂരിൽ നിന്ന് പുറപ്പെടുന്ന മെമു ട്രെയിനിന് പാസ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ കമാനം ഏരിയയിലുള്ള ഈ ഒരു വിള്ളല് ഇവിടെ ഉണ്ടാവുകയും സൈഡ് ഭിത്തി കംപ്ലീറ്റ് റെയിലിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്ക് മനസ്സിലാകുന്നത് ഒരുപാട് കാലപ്പഴക്കമുള്ള ഒരു ഓവർ ബ്രിഡ്ജാണ് നമ്മുടെ തൂർ കമാനത്തിങ്ങ ഉള്ളത്. ഏകദേശം 100 വർഷത്തിലധികം പഴക്കമുണ്ട്. അപ്പോൾ അതിൻ്റെ റെയിൽവേയുടെ കുറച്ച് വർക്കുകൾ പുനരുദ്ധാരണ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നുള്ള ചെറിയൊരു അപാകത അതിലുണ്ടായിട്ടുണ്ട്. അതും ഒരു പ്രധാന ഘടകമാണ്. പിന്നെ ഇത്രയും കാലപ്പഴക്കമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാലം അഡ്ജസ്റ്റ്മെന്റ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് നമ്മളെ തൂരിൽ ഇതിന് ബദലായിട്ട് മറ്റൊരു ഓവർ ബ്രിഡ്ജ് ഇതിന് സമാന്തരമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു പ്രതിവിധിയായിട്ടുള്ളത്. കൂടുതലും ഇവിടെ യാത്രക്കാർക്ക് പോലും നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വാഹനങ്ങൾ വരുന്ന സമയത്ത് ഈ ഒരു കമാനത്തിനുള്ളിൽ കൂടെ യാത്രക്കാർ ഒരുപാട് സ്കൂൾ വിദ്യാർത്ഥികൾ വരെ, ആയിരക്കണക്കിന് സ്കൂൾ വിദ്യാർത്ഥികൾ ദിവസം പാസ് ചെയ്യുന്ന സ്ഥലം കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് അതിന് കുറച്ചും കൂടെ വീതിയും ഒക്കെ കൂട്ടിയിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു പുനഃപ്രവർത്തനമാണ് നമുക്ക് ഇവിടെ ആപ്റ്റാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു സമയത്ത് ഒരു വാഹനത്തിനെ പാലത്തിലൂടെ കടന്നു പോകാനും കഴിയുകയുള്ളൂ. നാട്ടുകാരുടെയും റെയിൽവേ ജീവനക്കാരുടെയും അടിയന്തര ഇടപെടലിലൂടെ രാവിലെ 7:30 റെയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ന്യൂസ് ബ്യൂറോ, തുവൂർ. വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ.